സ്നേഹമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 18 23 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. അതിലെ നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമ, ദ പാരബിൾ ഓഫ് അൺഫോർഗിവിങ് സെർവൻറ്റ്. ഇതിലൂടെ ക്ഷമയെക്കുറിച്ച് ഈശോ ഒരു വലിയ രഹസ്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കിതുവരെ മനസ്സിലാക്കാത്ത തരത്തിലുള്ള ഒരു വലിയ രഹസ്യം, ക്ഷമയെക്കുറിച്ചുള്ള രഹസ്യം. നമുക്കത് ധ്യാനിക്കുന്ന മുമ്പായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇറങ്ങി വരാൻ, വചനത്തിൻ്റെ രഹസ്യം, ഈ ഉപമയുടെ രഹസ്യം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയണമേ. ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവവചനത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ദൈവവചനം, രഹസ്യമായിരിക്കുന്ന ദൈവവചനം, അതിൻ്റെ ജ്ഞാനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നവീകരിക്കണമേ, മനസ്സുകളെ നവീകരിക്കണമേ. വചനം സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കാൻ തക്ക വിധത്തിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മൾ പറഞ്ഞ പോലെ ചിന്തിക്കുന്ന വചനഭാഗം മത്തായി സുവിശേഷം 18 അധ്യായം 23 മുതൽ 35 വരെ വചനങ്ങൾ. നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമ, ദ പാരബിൾ ഓഫ് അൺഫോർഗിവിങ് സെർവൻറ്റ്. നമ്മൾ 23 മുതലുള്ള വചനം കാണുന്നതിന് മുമ്പ് 21 22 വചനം കൂടെ കാണും. 21 22 മത്തായി സുവിശേഷം 18 21 22 ആ വചനഭാഗം പറഞ്ഞ ശേഷം നമ്മൾ ഈ 23 മുതലുള്ള ആ ഉപമയുടെ ഭാഗം പറയുമ്പോഴാണ് നമുക്ക് അത് കൂടുതൽ വ്യക്തമായിട്ട് ബോധ്യമാകുന്നത്. അപ്പോൾ 22 മുതലുള്ള 21 22 വചനങ്ങൾ പറയുകയാണ്, ദെൻ പീറ്റർ കെയിം ആൻഡ് സെഡ് ടു ഹിം, ലോർഡ്, ഇഫ് അനദർ മെമ്പർ ഓഫ് ദ ചർച്ച് സിൻസ് അഗെയിൻസ്റ്റ് മീ, ഹൗ ഓഫൺ ഷുഡ് ഐ ഫർഗീവ്? അതായത് പത്രോസ് യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സഭയിലെ ഒരംഗം അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ എനിക്കെതിരെ തെറ്റ് ചെയ്താൽ ഞാൻ എത്ര പ്രാവശ്യം, ഹൗ ഓഫൺ ഷുഡ് ഐ ഫർഗീവ്, എത്ര പ്രാവശ്യം ഞാൻ ക്ഷമിക്കണം? എന്നിട്ട് ചോദിക്കുകയാണ്, ആസ് മെനി ആസ് 7 times, 7 പ്രാവശ്യമാണോ? അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, ജീസസ് സെഡ് ടു ഹിം, നോട്ട് 7 times, ബട്ട് ഐ ടെൽ യു 77 times. അതായത് 7 70 പ്രാവശ്യം, 70 times 7. ഇംഗ്ലീഷ് ബൈബിളിൽ 2 രീതിയിലുണ്ട്. 77 times എന്നുണ്ട്, 70 times 7 എന്ന്. അതായത് 70 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതിന് പരിധിയില്ല. ക്ഷമിക്കുന്നതിന്, അതിൻ്റെ എണ്ണത്തിന് പരിധിയില്ല. എത്ര തെറ്റ് ചെയ്താലും അവൻ മാപ്പ് ചോദിച്ചാൽ ക്ഷമിക്കണം. ഇനി മാപ്പില്ലെങ്കിലും ഹൃദയപൂർവ്വം അവനോട് ക്ഷമിക്കണം. അപ്പോൾ ഈ വചനം പറയുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കാണുന്ന ഭാഗം, സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ മാറ്റി നിർത്തി അവനോട് സംസാരിക്കണം, അല്ലെങ്കിൽ സാക്ഷികളെ കൂടെ കൊണ്ടുവന്ന് അവനോട് സംസാരിക്കണം. ഇനി അതും കേൾക്കുന്നില്ലെങ്കിൽ സഭയോട് പറയണം. അത് 15 മുതലുള്ള തിരുവചനങ്ങളാണ്. മത്തായി സുവിശേഷം 18 അധ്യായം 18 15 മുതൽ. അപ്പം സഭയെ അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീനെ പോലെ ആയിരിക്കട്ടെ. അപ്പോൾ ഇത് പറഞ്ഞിട്ടാണ്, തൊട്ട് താഴെയുള്ള ഭാഗമാണ് പത്രോസ് ചോദിക്കുമ്പോഴാണ്, എത്ര പ്രാവശ്യം ഞാൻ സഹോദരനോട് ക്ഷമിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഈശോ മറുപടി പറയുന്നു. ഇനി നമുക്ക് ഉപമയിലേക്ക് വരാം. അപ്പം പരിധിയില്ലാതെ നമ്മൾ ക്ഷമിക്കണം. ഈശോ അതാണ് വ്യക്തമായിട്ട് പറയുന്നത്. 23-ാമത്തെ 21 22 വചനം നമ്മൾ കണ്ടു. 23-ാമത്തെ വചനം പറയുകയാണ്, ഫോർ ദിസ് റീസൺ ദ കിങ്ഡം ഓഫ് ഹെവൻ മേ ബി കമ്പയർഡ് ടു എ കിങ് ഹു വിഷ്ഡ് ടു സെറ്റിൽ അക്കൗണ്ട്സ് വിത്ത് ഹിസ് സ്ലേവ്സ്. അതായത് ഇക്കാരണത്താൽ, ആ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോർ ദിസ് റീസൺ, ഇക്കാരണത്താൽ സ്വർഗരാജ്യത്തെ തൻ്റെ ഭൃത്യരുമായി കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിനോട് താരതമ്യപ്പെടുത്താം. ഇക്കാരണത്താൽ, അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ്. അതായത്
70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പത്രോസിനോട് പറഞ്ഞു. പരിധിയില്ലാതെ ക്ഷമിക്കാൻ നീ കടപ്പെട്ടവനാണ്. അത് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കാനാണ് ഈശോ ഒരു ഉപമ. ഈ ഉപമയിലെല്ലാം ദൈവിക രഹസ്യങ്ങളാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജ്ഞാനത്തിൽ നമ്മളത് മനസ്സിലാക്കുമ്പോഴാണ് ദൈവം എത്രമാത്രം അതിലൂടെ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ബോധ്യമാകുന്നത്. അപ്പം ഇക്കാരണത്താൽ സ്വർഗരാജ്യത്തെ തൻ്റെ സേവകരോട് അവരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിനോട് ഉപമിക്കാം. ഏത് കാരണത്താൽ? ഈ ക്ഷമിക്കുന്ന ആ മനസ്സ്, അതിനെ വിശദീകരിക്കാം. അപ്പം 24 മുതലുള്ള വചനങ്ങൾ വായിക്കും. When he began reckoning, one who owed him 10,000 talents was brought to him. അപ്പം 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ ഈ രാജാവിന് മുമ്പിൽ കൊണ്ടുവന്നു. 10,000 താലന്ത്. അപ്പോൾ അത് അടച്ചു വീട്ടാൻ കഴിയില്ലാത്തതുകൊണ്ട് ഈ രാജാവ് അവനെ വിറ്റ്, അവൻ്റെ സർവ്വതും, അവൻ്റെ ഭാര്യയെയും മക്കളെയും അവനുള്ള സർവ്വ സമ്പത്തും വിറ്റ് ഇത് തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പം നമുക്കറിയാം, ഒരു സെർവൻ്റ് 10,000 താലന്ത് കടപ്പെടുക. അപ്പം 10,000 താലന്ത് എന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു താലന്ത് എത്രയാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഇംഗ്ലീഷ് ബൈബിളിലാണ് അതിൻ്റെ ഫുട് നോട്ടിലുണ്ട്. ഒരു താലന്തെന്ന് പറയുന്നത് 15 വർഷത്തെ ഒരു ജോലിക്കാരൻ്റെ കൂലിയാണ്. ഒരു താലന്ത് 15 വർഷത്തെ കൂലി. 15 ദിവസത്തെ അല്ല, 15 മാസത്തെ അല്ല, 15 വർഷത്തെ കൂലി ഒരു താലന്ത്. അപ്പം നമ്മൾ വേറൊരു അളവുണ്ട്, ദിനാറിയസ്. അതൊരു ദിവസത്തെ കൂലിയാണ്. നമ്മൾ ഈ ഉപമയിൽ തുടർന്ന് കാണും. അപ്പം ഇത് താലന്താണ്. അപ്പോൾ ഒരു താലന്ത് തന്നെ 15 വർഷത്തെ കൂലി. അപ്പം 10,000 താലന്ത് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 15 വർഷം ഇൻറ്റു 10,000 ഗുണം 10,000. അപ്പം 15 ഇട്ടിട്ട് അതിൻ്റെ വലതുവശത്ത് 4 പൂജ്യം ഇടുക. അപ്പം 1,50,000 വർഷം, 1,50,000 years. അത്രയും കാലയളവിൻ്റെ കൂലിയാണ് 10,000 താലന്ത്. അപ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യന് 60, 70, 80 വർഷമോ ജീവിക്കാം. 1,50,000 വർഷത്തെ കൂലി എന്ന് പറയുമ്പം ഇത് അവന് വീട്ടാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു കൂലി അവൻ കടപ്പെടാനും സാധ്യതയില്ല. ഒരു വേലക്കാരൻ 10,000 താലന്ത് ഒരു രാജാവിന് കടപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ല. അപ്പം ഈശോ അങ്ങനെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞാണോ? അല്ല. അപ്പോൾ ഒരു വേലക്കാരൻ ഇത്രത്തോളം കൂലി, അളക്കാനാവാത്ത മില്യൺസ് ആൻഡ് മില്യൺസോ അത്രയും തുക കടപ്പെട്ടിരിക്കുന്നു പറയുമ്പം പരിധിയില്ലാത്ത ഒരു വലിയ തുകയ്ക്ക് അവൻ കടപ്പെടുക രാജാവിന്. അതെങ്ങനെ കടപ്പെട്ടു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ 10,000 താലന്തിൻ്റെ മൂല്യം, അതാ ഞാൻ പറഞ്ഞ 1,50,000 വർഷത്തെ ഒരു മനുഷ്യൻ്റെ കൂലി. അപ്പോൾ അത് നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. അപ്പോൾ സോളമന് പോലും നമ്മൾ 1 രാജാക്കന്മാരിൽ 10 അധ്യായത്തിൽ 14 വാക്യത്തിൽ വായിക്കും. 1 രാജാക്കന്മാർ 10, ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 10 വേഴ്സ് 14. The weight of gold that came to Solomon in 1 year was 666 talents of gold. സോളമൻ്റെ ട്രഷറിയിലേക്ക്, ശേഖരത്തിലേക്ക് ഒരു വർഷം വന്ന ഗോൾഡിൻ്റെ അളവ് 666 താലന്തേ ഉള്ളൂ. ഷേബാരാജ്ഞി അവന് കൊടുത്തത് 120 ആണെന്ന് പറയുന്നുണ്ട്, താലന്താന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊന്നും ഈ 10,000 താലന്ത് പറയുന്നത് എത്രമാത്രം വിലയേറിയതായിരിക്കും. സോളമൻ്റെ ഭണ്ഡാരത്തിൽ ഒരു വർഷം വന്നത് 666 താലന്തേ ഉള്ളൂ. ഇത് 10,000 താലന്താണ്, വലിയ തുക. അപ്പോൾ ഈ 10,000 താലന്തെന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതാണ് മനുഷ്യജീവൻ്റെ വില.
അതാ ഈ ഉപമയിൽ ഒളിപ്പിച്ചിരിക്കുന്ന രഹസ്യം. മനുഷ്യജീവൻ്റെ വില അത് മനസ്സിലാക്കാൻ മർക്കോസ് 8:37 വരണം. മർക്കോസിൻ്റെ സുവിശേഷം 8:37, മാർക്ക് 8:37. അതിൽ പറയാണ്, ഇൻഡീഡ് വാട്ട് ക്യാൻ ദേ ഗീവ് ഇൻ റിട്ടേൺ ഫോർ ദെയർ ലൈഫ്. അതായത് ജീവൻ്റെ വിലയായി അവർക്ക് എന്തു കൊടുക്കാൻ സാധിക്കും? ജീവന് പകരമായി അവനെന്തു കൊടുക്കാൻ സാധിക്കും? അപ്പോൾ ആ ജീവൻ്റെ വിലയാണെന്ത്? 10,000 താലന്ത്. അല്ലാതെ ഒരു സേവകൻ, ഒരു രാജാവിന് 10,000 താലന്ത് കടപ്പെടാനുള്ള സാധ്യതയില്ല. 10,000 താലന്ത് എന്ന് പറയുമ്പം ഒരു അൺലിമിറ്റഡ് എമൗണ്ടാണ്, അൺകൗണ്ടബിൾ. അത് വലിയ ഹ്യൂജ് എമൗണ്ടാണ്. അപ്പം അത്രയും വലിയ ഒരു എമൗണ്ട് നമ്മൾ രാജാവിനോട് കടപ്പെട്ടു. നമ്മുടെ രാജാവ് ആരാണ്? യേശുക്രിസ്തു. യേശുക്രിസ്തു കുരിശിലെ ബലി വഴി പിതാവിന് വില നൽകി നമ്മെ രക്ഷിച്ച് വീണ്ടെടുത്തു. യേശു മനുഷ്യനായി കുരിശിൽ മരിച്ച്. അപ്പം പൗലോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കും, ഹി റാൻസംഡ് us ഫോർ എ പ്രൈസ്. വില കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തു, വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ഈ വിലയാണ് 10,000 താലന്ത്. അപ്പോൾ എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും കർത്താവ് കൊടുത്ത വില 10,000 താലന്ത് എന്ന് വെച്ചാൽ അമൂല്യമായ ഒരു വില കൊടുത്ത് കർത്താവ് എന്നെ, നമ്മളെ ഓരോരുത്തരെയും സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിച്ചേർത്തു. അപ്പം അങ്ങനെ എന്നിട്ട് നമ്മൾ ആ വചനഭാഗത്ത് പിന്നീട് വായിക്കുന്നത്, അപ്പം വിറ്റ് കടം വീട്ടാൻ കൽപ്പിച്ചു. അവൻ്റെ സർവ്വതും, കുടുംബം മുഴുവൻ വിറ്റ്, ഭാര്യയും മക്കളെല്ലാം. അപ്പം അവൻ പറഞ്ഞു, ഹാവ് പേഷ്യൻസ് വിത്ത് മീ, ഐ വിൽ പേ യു എവറിത്തിങ്. എന്നോട് കരുണയായിരിക്കണേ, ഞാൻ എല്ലാം തന്ന് വീട്ടിക്കൊള്ളാം, എന്നോട് ദയ തോന്നണം, ഞാൻ തന്ന് വീട്ടിക്കൊള്ളാം. അവൻ തന്നു വീട്ടാൻ പറ്റില്ലെന്ന് രാജാവിനറിയാം, കാരണം ഇത് വലിയ തുകയാണ്. 27 വചനം 18-27 വചനം പറയുകയാണ്, ആൻഡ് ഔട്ട് ഓഫ് പിറ്റി ഫോർ ഹിം ദ ലോർഡ് ഓഫ് ദാറ്റ് സ്ലേവ് റിലീസ്ഡ് ഹിം ആൻഡ് ഫോർഗേവ് ഹിം ദ ഡെപ്റ്റ്. അപ്പം അവനോട് ദയ തോന്നി ആ രാജാവ് അവനെ മോചിപ്പിച്ചു, അവൻ്റെ കടം ക്ഷമിച്ചു. മലയാള പരിഭാഷയിലത് കടം ഇളച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് ഒന്നുകൂടെ വ്യക്തമാകും. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഫോർഗേവ് ദ ഡെപ്റ്റ്, കടം ക്ഷമിച്ചു. ഇനി അത് പൂർണ്ണമായിട്ട് ക്ഷമിച്ചതാണ്, അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 32-ാമത്തെ തിരുവചനത്തിലോട്ട് വരണം. അവിടെ ആ യജമാനൻ, ആ രാജാവ് പറയുകയാണ്, യു വിക്കറ്റ് സ്ലേവ്, ഐ ഫോർഗേവ് യു ഓൾ ദാറ്റ് ഡെപ്റ്റ്. നിൻ്റെ കടം മുഴുവൻ ഞാൻ മോചിപ്പിച്ചു, ഇളച്ചു. ഐ ഫോർഗേവ് യു ഓൾ ദാറ്റ് ഡെപ്റ്റ്. അപ്പം മലയാളം പരിഭാഷയിലും അങ്ങനെ തന്നെ 32-ാമത്തെ തിരുവചനം, നീ എന്നോട് കേണപേക്ഷിച്ചുകൊണ്ട് നിൻ്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. അപ്പം 10,000 താലന്തും ഞാൻ ഇളച്ചു തന്നു. അപ്പോൾ നമ്മൾ ആദത്തിൽ പാപത്തിനധീരനായി, അതുവഴി നമ്മളും പാപത്തിന് അടിപ്പെട്ട് പോകുന്നു. നമുക്ക് സ്വർഗരാജ്യം നിഷേധിക്കപ്പെട്ടതാണ്. ദൈവിക ജീവന് നമുക്ക് അർഹതയില്ല. ആ അർഹതയില്ലാത്ത നമ്മളെ, നാം പാപികളായിരുന്നിട്ടും പാപികളായിരിക്കെ അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് നമ്മെ വീണ്ടെടുത്തു. അപ്പോൾ ആ വിലയാണ് 10,000 താലന്ത്. അത് പൂർണ്ണമായിട്ടും ആ വില കർത്താവ് നമ്മളോട്, നമുക്ക് വേണ്ടി കൊടുത്തു തീർത്തു. അതാ 32-ാമത്തെ വചനത്തിൽ, ഓൾ ദ ഡെപ്റ്റ് ഐ ഫോർഗേവ് യു. പൂർണ്ണമായിട്ടും ഞാനത് ഇളച്ചു തന്നു. അപ്പം ഈ ഭൃത്യൻ എന്നാ കാണിച്ച്, ഈ ഭൃത്യൻ പുറത്തിറങ്ങിയിട്ട് അവൻ്റെ മറ്റൊരു സഹഭൃത്യനെ കണ്ടുമുട്ടിയപ്പം ആ സഹഭൃത്യൻ, ഈ കടം ഇളച്ചു കൊടുക്കപ്പെട്ട ഭൃത്യന്, കടം പൂർണ്ണമായി ഒഴിവാക്കി 10,000 താലന്ത് ഒഴിവാക്കി കൊടുക്കപ്പെട്ട ആ ഭൃത്യന് ഒരു 100 ധനാറ കടപ്പെട്ടിരുന്നു. 100 ധനാറ എന്ന് പറയുമ്പം
വളരെ തുച്ഛമായ ഒരു തുകയാണ്. അതായത് ഒരു ധനാറ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കൂലി, ഒരു തൊഴിലാളിയുടെ അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ്റെ ഒരു ദിവസത്തെ കൂലി. 100 ധനാർ എന്ന് പറയുന്നത് 100 ദിവസത്തെ കൂലി. 100 ദിവസത്തെ കൂലി എന്ന് പറയുന്നത് നമുക്കറിയാം 3 മാസവും ചില്ലറ ദിവസമുള്ളൂ, 10 ദിവസം. അത്രയും കൂലിയോ അവൻ കടപ്പെട്ടിട്ടുള്ള വൃത്തിന്. എന്നിട്ട് അവൻ്റെ കഴുത്തിന് പിടിച്ച് അവനോട് പറഞ്ഞു, നീ ഇത് അടച്ചു തീർക്കണം. എന്നിട്ട് അവനെ പിടിച്ച് ജയിലിലിട്ടു എന്നാണ്. അവനോട് ക്ഷമിച്ചില്ല, അവനെ തിളച്ചും കൊടുത്തില്ല, ക്ഷമിച്ചില്ല. അപ്പം വെറും 100 ധനാറേ ഉള്ളൂ. അത് 100 ധനാറ എന്ന് പറയുന്നത് ഒരു താലന്തിൻ്റെ ഒരു 100-1 പോലും വരുന്നില്ല. കാരണം താലന്ത് തന്നെ 15 വർഷത്തെ കൂലിയാണ്. അതിന് 100-1 പോലും വരുന്നില്ല. ഇവന് ഇളച്ചു കൊടുത്തത് ഒരു താലന്തല്ല, 10,000 താലന്താണ്. എന്നിട്ട് ഇവൻ ഈ ഒരു താലന്തിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും വരാത്ത ഈ 100 ധനാറി ഇളച്ചു കൊടുക്കാൻ തയ്യാറാകാതെ അവനെ പിടിച്ച് ജയിലിലിട്ടു. അപ്പം 28-ാമത്തെ തിരുവചനത്തിലാണ്, The same slave, as he went out, came upon one of his fellow slaves who owed him 100 denarii, and seizing him by throat, he said, Pay what you owe. Then his fellow slave fell down and pleaded with him, യാചിച്ചു, Have patience with me, I will pay you. അവൻ തന്നെ പറഞ്ഞു, ഞാനും എന്നോട് ദയ തോന്നാൻ ഞാൻ തന്നു വിട്ടാം. But he refused, അവൻ നിരസിച്ചു. Then he went and threw him into the prison while he would pay the debt, until he would pay the debt. കടം അടച്ചു വീട്ടുന്നവരെ ജയിലിലിട്ടു. അപ്പം ഇളച്ചു കൊടുത്തില്ല, ഇവനെ പൂർണ്ണമായിട്ട് ഇളച്ചു കൊടുക്കുക, വീട്ടാൻ പോലും പറഞ്ഞില്ല, പൂർണ്ണമായിട്ട് ഇളച്ചു കൊടുക്കുക ഇത്. അപ്പം ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച്, പൂർണ്ണമായിട്ട് ക്ഷമിച്ച്, എങ്ങനെ? കുരിശിലെ ബലി വഴി പൂർണ്ണമായിട്ട് ക്ഷമിച്ച് നമ്മളെ സ്വർഗ്ഗരാജ്യത്തിലേക്ക് വേണ്ടി വീണ്ടെടുത്തു. അപ്പം അങ്ങനെയുള്ള നമ്മൾ ഈ രണ്ടാമത്തെ നമ്മളെ ഇളച്ചു കൊടുക്കപ്പെട്ട ആ ഭൃത്യൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ, അപ്പോൾ ആ സഹോദരങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റുകളൊക്കെ എന്തേ വരുള്ളൂ? ഈ 100 ധനാറിയുടെ ഒരു അത്ര ഗ്രാവിറ്റി അത്രയേ ഉള്ളൂ, അത്രയേ ഒരു സീരിയസ്നെസ് അതിനുള്ളൂ. കർത്താവ് നമ്മോട് കാണിച്ച കാരുണ്യം, കുരിശിലെ ബലി വഴി നമ്മോട് കാണിച്ച കാരുണ്യം നോക്കുമ്പോൾ, നമുക്കെതിരെ എന്തു തെറ്റ് ചെയ്തവനാണേലും, നമ്മുടെ സ്വത്ത് അപഹരിച്ചെടുത്തവനാകാം, നമ്മുടെ കുടുംബത്തെ ദ്രോഹിച്ചവനാകാം, ജീവിത പങ്കാളിയെ ദ്രോഹിച്ചവനാകാം, മക്കളെ ദ്രോഹിച്ചവനാകാം, ഈവൻ ഒരു കൊലപാതകം പോലും ചെയ്തവനാകാം, നമ്മൾ ക്ഷമിക്കാത്തൊരു വ്യക്തി, നമ്മുടെ സഹോദരനോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ട ആരെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ. അപ്പോൾ അങ്ങനെ ഈവൻ ഒരു കൊലപാതകം ചെയ്ത ആൾ പോലും ആണെങ്കിലും അതൊക്കെ എന്തേ വരുള്ളൂ? നമ്മോട് ക്രിസ്തു കാണിച്ച ആ 10,000 തലന്തിൻ്റെ അൺലിമിറ്റഡ് വലിയ ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ആ സ്നേഹത്തോട് നോദിക്കുമ്പം, താരതമ്യം ചെയ്യുമ്പോൾ ഈ നമ്മുടെ സഹോദരങ്ങൾ കാണിക്കുന്ന തെറ്റുകളൊക്കെ എന്തേ ഉള്ളൂ? വെറും തുച്ഛമായ തെറ്റുകളേ ഉള്ളൂ. അപ്പം ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ കൊടുത്ത ആ ബലി, കുരിശിൽ കൊടുത്ത വില, കുരിശിലെ ബലി, അത് ധ്യാനിക്കുമ്പോൾ, അപ്പം മത്തായി, മർക്കോസ്, ലൂക്കാസ്, യോഹന്നാൻ സുവിശേഷങ്ങളിൽ അതിൻ്റെ അവസാന അധ്യായങ്ങൾ ഈ പീഡാസഹനം പലപ്പോഴും നമ്മളങ്ങ് ധ്യാനിക്കണം. അത് ആഴത്തിൽ പലതവണ വായിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വലിയ സ്നേഹം ബോധ്യമാകും. അങ്ങനെ ബോധ്യമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സഹോദരങ്ങളോട്, എന്ന് വെച്ചാൽ ബ്ലഡ് റിലേഷൻഷിപ്പ്, രക്തബന്ധം തന്നെയല്ല, നമ്മുടെ ചുറ്റുമുള്ളവരോട് അവരെന്ത് തെറ്റ് ചെയ്താലും, നമ്മളോട് ഇങ്ങോട്ട് തെറ്റ് ചെയ്താലും എന്തു ചെയ്യും? നമുക്ക് അങ്ങോട്ടത് പൂർണ്ണമായിട്ടും ക്ഷമിച്ച്, ഇപ്പോൾ ഒരു കോടതി കേസാകാം, സ്ഥലം അപഹരിച്ച കേസാകാം, അത് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ ബാധ്യസ്ഥനാണ്. അതാ ഈശോ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഉപമയുടെ തുടക്കത്തിൽ ഇക്കാരണത്താൽ സ്വർഗരാജ്യത്തെ, അതായത് ഫോർ ദിസ് റീസൺ ദ കിങ്ഡം ഓഫ് ഹെവൻ മേ ബി കമ്പയർഡ് ടു എ കിങ് ഹു വിഷ് ടു സെറ്റിൽ ഹിസ് അക്കൗണ്ട്സ് വിത്ത് ഹിസ് സെർവൻറ്റ്. അപ്പം
ഇക്കാരണത്താൽ എന്ന് പറഞ്ഞാൽ, അതായത് 770 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പത്രോസിനോട് പറഞ്ഞ ഈശോ അത് വെളിപ്പെടുത്താൻ, അത് ബോധ്യപ്പെടുത്താൻ, വിശദീകരിക്കാനാണ് ഈ ഉപമ പറഞ്ഞേക്കുന്നത്. പത്രോസേ, നിനക്ക് ഞാൻ തരുന്ന വില, അന്ന് ഈശോ കുരിശിൽ മരിക്കുന്നേ ഉള്ളൂ, അതിന് മുമ്പായിട്ടാണത്. ഞാൻ തരാൻ പോകുന്ന വില അത് നോക്കുമ്പോൾ നീ 770 എന്നല്ല, അളവില്ലാതെ ക്ഷമിക്കാൻ നീ ബാധ്യസ്ഥനാണ്. അപ്പോൾ അതങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി, ആ പീഡാസഹനത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഹൃദയപൂർവ്വം വായിച്ച് ധ്യാനിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ധ്യാന കേന്ദ്രങ്ങളിൽ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും അതുപോലെ മറ്റ് പല ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പല ക്രിമിനലായിട്ടുള്ള മനസ്സുള്ള ആൾക്കാർ, കുറ്റവാളികളൊക്കെ ആയിട്ടുള്ള മനസ്സുള്ള ആൾക്കാർ അവിടെ ചിലപ്പോൾ ആരാധനയിൽ അല്ലെങ്കിൽ വചന ശുശ്രൂഷയിൽ യേശുവിൻ്റെ തിരുമുഖം ദർശിക്കുക, പീഡാസഹനത്തിൻ്റെ മുഖം ദർശിച്ച് അവർക്ക് വേണ്ടി ഈശോ കൊടുത്ത വില കണ്ട് മനസ്സിലാക്കി അവരുടെ തെറ്റുകളെക്കുറിച്ച് അനുതപിക്കുക. അപ്പം നമ്മളെ വീണ്ടെടുത്ത ആ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് അനുതപിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് പൂർണ്ണ ഹൃദയത്തോടെ, അതായത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ക്ഷമിച്ച് കഴിയുമ്പം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങും. നമ്മൾ ദൈവപിതാവിൻ്റെ മക്കളായിത്തീരും, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിത്തീരും. അപ്പം ആ ഉപമയുടെ അവസാനം ഈശോ പറയുകയാണ്, മത്തായി സുവിശേഷം 18:35, നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. സോ മൈ ഹെവൻലി ഫാദർ വിൽ ഓൾസോ ഡു ടു എവരി വൺ ഓഫ് യു ഇഫ് യു ഡു നോട്ട് ഫൊർഗീവ് യുവർ ബ്രദർ ഓർ സിസ്റ്റർ ഫ്രം യുവർ ഹാർട്ട്. നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ചുമ്മാ കാണിച്ചാൽ പോരാ, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ അസ്വസ്ഥത പൂർണ്ണമായിട്ടും നീക്കണം. എങ്ങനെ നീക്കും? ക്രിസ്തു എനിക്ക് വേണ്ടി കൊടുത്ത വിലയെക്കുറിച്ച് ധ്യാനിക്കണം. അപ്പോൾ പൂർണ്ണമായിട്ട് പിന്നെ ഒരു അസ്വസ്ഥതയുടെ ചിന്തയിൽ ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥതയില്ല, അവനെ സ്നേഹിക്കും. ദൈവത്തിൻ്റെ മകനെന്ന രീതിയിൽ നമ്മുടെ സഹോദരൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ബോധ്യം നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഉപമയിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന രഹസ്യം, അതായത് നമുക്ക് ചുറ്റുമുള്ളവരോട് നമ്മൾ പൂർണ്ണമായും ക്ഷമിക്കണം. കാരണം കർത്താവ് അളക്കാനാവാത്ത വില കൊടുത്ത്, 10,000 താലന്ത് കൊടുത്ത്, എന്ന് വെച്ചാൽ അളക്കാനാവാത്ത വില, 1,50,000 വർഷത്തെ കൂലി. അത് അങ്ങനെ 1,50,000 വർഷത്തെ കൂലി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അളക്കാനാവാത്ത വില എന്നാണ്. 1,50,000 വർഷത്തെ കൂലി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അപ്പോൾ അളക്കാനാവാത്ത വില കൊടുത്ത് നമ്മെ വീണ്ടെടുത്തതുകൊണ്ട്, നമ്മൾ പാപികളായിരിക്കുക നമ്മെ നമ്മളോട് ക്ഷമിച്ച് കുരിശിലെ സ്വന്തം രക്തം വീണ്ടെടുപ്പ് വിലയായി കൊടുത്ത് നമ്മെ വീണ്ടെടുത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം. അപ്പോൾ ഈശോയെ, ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരോട്, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരോടും പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ദൈവസ്നേഹത്തിൻ്റെ ബോധ്യത്തെക്കുറിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ.